വനിതാ ഏകദിന ലോകകപ്പിൽ ഓസ്ട്രേലിയയെ തകർത്ത ഇന്ത്യ ഫൈനലിൽ 5 വിക്കറ്റിനാണ് നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയെ തകർത്തത്. സെഞ്ചുറിയുമായി പുറത്താകാതെ നിന്ന ജമീമ റോഡ്രിഗസ് ആണ് വിജയശില്പി. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഫൈനൽ മറ്റന്നാൾ നടക്കും. ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം T20 ഇന്ന് മെൽബണിൽ നടക്കും. മുഹമ്മദ് ജസീം സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. ജസീം, ഗുഡ് മോർണിംഗ്. ഇതിൽപ്പോൾ ജമീമ റോഡ്രിഗസിന്റെ മികച്ച പ്രകടനം തന്നെയാണ് ഇന്ത്യയെ ഫൈനലിലേക്ക് എത്തിച്ചത്. അത് ഇന്ത്യ ഇനി മൂന്നാമത്തെ ഫൈനലിലേക്കാണ് കടക്കുന്നത്. മൂന്നാം തവണയാണ് ലോകകപ്പ് ഫൈനലിൽ എത്തുന്നത്, അല്ലേ? ഗുഡ് മോർണിംഗ് ശ്രുതി, കീർത്തന. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച ഒരു വിജയം തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഓസ്ട്രേലിയയെ തോൽപ്പിക്കുക എന്നുള്ളത് വലിയ സാഹസം തന്നെയാണ്. കാരണം ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യ അവരുടെ ലീഗ് റൗണ്ടിൽ ആദ്യം തോൽക്കുകയും പിന്നീട് വരുന്ന സെമി ഫൈനലിൽ വിജയിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ഇന്നലെ 338 റൺസ് എന്ന വലിയൊരു കൂറ്റൻ സ്കോർ തന്നെ ഓസ്ട്രേലിയ എടുക്കുകയും എന്നാൽ അതിനെ മറികടന്നുകൊണ്ട് ജമീമ റോഡ്രിഗസിൻ്റെ ഒരു സെഞ്ചുറി നേട്ടം അത് എടുത്തു പറയേണ്ടത് കൂടിയാണ്. ഇന്ത്യ ലീഗ് റൗണ്ടിൽ വലിയ പോരാട്ടത്തിൽ ഇന്ത്യക്ക് സാധിച്ചിരുന്നെങ്കിലും ഇല്ലായിരുന്നെങ്കിലും അത് പിന്നീട് വലിയ ഒരു രീതിയിലേക്ക് ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഉൾപ്പെടെ ഇന്ത്യ വലിയ നേട്ടം കൊയ്യുകയും ചെയ്തു. അതിൻ്റെ ഒരു ഫലം കൂടിയാണ് ഇന്ത്യ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചു എന്നതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഇന്ത്യയുടെ മൂന്നാമത്തെ ഫൈനലാണ്. നേരത്തെ 2005-ലും 2017-ലും ഇന്ത്യ ഫൈനലിലെത്തിയെങ്കിലും ഒരു തവണ ഓസ്ട്രേലിയയോടും മറ്റൊരു തവണ ഇംഗ്ലണ്ടിനോടും തോൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും ഈ ഒരു മൂന്നാമത്തെ ഫൈനൽ എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെയാണ് നടക്കുന്നത്, നവി മുംബൈയിലാണ് നടക്കുന്നത്. ഏതായാലും ആ ഒരു ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ ഒരു കന്നി കിരീടം സ്വന്തമാക്കാൻ ദക്ഷിണാഫ്രിക്കയും അതോടൊപ്പം തന്നെ ഇന്ത്യയും ഏറ്റുമുട്ടുമ്പോൾ അത് ഇന്ത്യക്ക് വലിയ പ്രതീക്ഷ നൽകുന്നു. ലീഗ് റൗണ്ടിൽ ഇന്ത്യ ഈ ദക്ഷിണാഫ്രിക്കയോട് തോൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അതിൽ നിന്നൊക്കെ കളി ഏറെ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ തന്നെ ഓസ്ട്രേലിയയോട് നോക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയക്കെതിരായ മത്സരത്തിൽ ഓപ്പണിംഗ് ബാറ്റർമാരെ ആദ്യം തന്നെ വേഗത്തിൽ പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ മറികടന്നുകൊണ്ടാണ് പിന്നീട് ജമീമയും അതുപോലെ തന്നെ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറും ഉൾപ്പെടെയുള്ളവർ ബാറ്റ് ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടായത്. എന്തായാലും ആ ഒരു വിജയം ഒരു തരത്തിൽ ഇന്ത്യക്ക് വലിയ മികച്ച ഒരു നേട്ടമുണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു കാര്യം, ഒരു ചരിത്രം കുറിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇന്ത്യ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം ഡിച്ചി ഫീൽഡ് അവർക്ക് ഒരു സെഞ്ചുറി നേട്ടം ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ അതൊന്നും അവരെ വിജയിപ്പിക്കാനുള്ള ഒരു കാര്യം ഉണ്ടായില്ല. അതോടൊപ്പം തന്നെയാണ് മികച്ച പ്രകടനം തന്നെയായിരുന്നു. എന്തായാലും മുഹമ്മദ് ജസീമാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.